ഇവിടെ മണ്ണാർക്കാടുള്ള ആളുകൾക്കാണോ പണി? അതുകൊണ്ട് പിറ്റേന്ന് നിന്ന് എല്ലാവരും മദ്രസൊക്കെ വിട്ടാൽ ആ ബോർഡും പെൻസിലൊക്കെ അവിടെ വെച്ചിട്ട് വോട്ടർ സർട്ടിഫിക്കറ്റിന്റെ പേരും നോക്കി അറിയാൻ തുടങ്ങി. ഞാൻ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിക്കണം. ഇത് മാരായമംഗലം അബ്ദുറഹ്മാൻ ഫൈസി, അദ്ദേഹം ഈ ഭാഗത്തെ നേതാവാണല്ലോ. അദ്ദേഹം വാട്സപ്പിലൂടെ നിർദ്ദേശം നൽകുന്നുണ്ട്. അദ്ദേഹത്തിന്റെ നിർദ്ദേശവും ഇതിന്റെ കൂടെ നിങ്ങളൊന്ന് കേട്ടാൽ ഇവരെവിടെ എത്തിയോ നിങ്ങൾക്ക് മനസ്സിലാവും. അത് പറയുന്നത് എന്തായാലും നമ്മളുണ്ടല്ലോ, ഈ നോമ്പൊക്കെ ലാസ്റ്റ് എത്തിയാൽ ഏരിയമാരെ പ്രസംഗം കേട്ടാൽ 27 ആവത്താവുമ്പോൾ എല്ലാ ഉസ്താദുമാരും പള്ളിക്കൊന്ന് വളർന്നു പറയും, ഇനി നമ്മുടെ ഒരു നിമിഷവും പാഴാക്കരുത്. വളരെ പ്രധാനപ്പെട്ട നിമിഷങ്ങളാണ് നമുക്ക് കഴിഞ്ഞു പോകുന്നത്. ശരിക്കും ഇയാളെ പ്രസംഗം കേട്ടപ്പോ അതാ ഓർമ്മ വന്നു. ഇയാൾ പറയാണ്, മണ്ണാർക്കാട്ടെ വോട്ടർമാരെ, ഇനി ഒരു സെക്കൻഡും നമ്മൾ പാഴാക്കരുത്. ഓരോ സെക്കൻഡും നമുക്ക് വിലപ്പെട്ടതാണ്. അല്ല മുസ്ലിയാക്കന്മാരെ, ഈ തലയക്കത്തിനെ പ്രവഹിപ്പിക്കാൻ നിങ്ങൾ എന്തിനാണ് ഈ പണിയെടുക്കുന്നത്? നിങ്ങളാരായി പണി കേൾപ്പിച്ചത്? അതുകൊണ്ട് വളരെ പ്രയത്നം. ആ നിമിഷങ്ങൾക്ക് വരെ വില 16-ാം തീയതി വരെ വില കേട്ടോളൂ. സഹോദരങ്ങളെ, പ്രത്യേകം മണ്ണാർക്കാട് മണ്ഡലത്തിലെ നമ്മുടെ സുന്നി പ്രവർത്തകരോട് വളരെ നിർണായകമായ നിമിഷങ്ങളാണ് ഇനി ഇലക്ഷൻ തീരുന്നവരെയും നമ്മുടെ മുന്നിലുള്ളത്. വലിയൊരു പ്രസ്ഥാനത്തെ ചോദ്യം ചെയ്തുകൊണ്ടാണ് മുസ്ലിം ലീഗിന്റെ നേതൃത്വവും അതിന്റെ നേതാക്കളും. ഇനി അതിന്റെ കൂടെ മുമ്പ് എന്ന് പറയുന്നുണ്ട് അറിയും, ഒരു ത്യാഗം നിങ്ങൾ നോക്കി. ഗൾഫിന് ഏത് നാട്ടിലാണെങ്കിലും ശരി ഇവിടെ എത്തിക്കണം. മാത്രമല്ല അതിന് എത്ര കാശ് വേണമെങ്കിലും തരാമെന്ന് നമ്മൾ പറഞ്ഞു. ഞാനിങ്ങനെ കണക്കുകൊണ്ട് ഇപ്പോഴത്തെ അവസ്ഥയിൽ ഒരാൾ സൗദിയിൽ നിന്ന് ഇവിടെ വന്ന് വോട്ട് ചെയ്ത് പോകണമെങ്കിൽ 5,000 ഒരു 10,000-15,000 റുപ്യ പോകുന്നു. അതൊക്കെ സംഘടന കൊടുക്കത്രേ. ഇത് എവിടെ നിന്നാണ് നിങ്ങൾക്ക് ഈ കാശ് കിട്ടിയത്? അതിന്റെ കണക്ക് വ്യക്തമാക്കണം. അതിനിപ്പോ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പരിധിയിൽ വരുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇവര് ഈ കോലത്തിലല്ലേ പുറത്ത്. മാത്രമല്ല സഹോദരങ്ങളെ, വളരെ പ്രധാനമായി ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൽപ്പിക്കുമ്പോ പണ്ഡിതന്മാർ അവരുടെ ദൗത്യം മറക്കുകയാണ്. അവർ ചെയ്യേണ്ടത് അവർ ചെയ്യുന്നില്ല. അവരാവശ്യമില്ലാത്ത പണികളിൽ ഏർപ്പെടുകയാണ്. ഖിയാമത്ത് നാൾ വിദൂരമല്ല, നിങ്ങൾ മനസ്സിലാക്കണം. ഗൾഫിൽ നിന്ന് വരാൻ പറയുന്ന ആ സൈഫിയെ ഒന്നുകൂടി കേട്ടു. അത് ഏറ്റെടുക്കാൻ നാം ബാധ്യസ്ഥരാണ്. അതുകൊണ്ട് തന്നെ എന്റെ ശബ്ദം കേൾക്കുന്ന മണ്ണാർക്കാട് മണ്ഡലത്തിലെ മുഴുവൻ സുന്നി പ്രവർത്തകരും നിങ്ങളുടെ വോട്ട് വിലയേറിയ വോട്ടാണ്, അമൂല്യമായ വിലയാണ്. എന്ത് വിഷമങ്ങളുണ്ടെങ്കിലും ഉടനെ നിങ്ങൾ ഇലക്ഷൻ വോട്ടിന്റെ സമയത്തേക്ക് മാറ്റിവെക്കണം. നിങ്ങൾ GCC കൺട്രിയിലെ ഏത് ഭാഗത്തുള്ള ആളുകളാണെങ്കിലും ശരി, അതിനു വേണ്ടുന്ന സാമ്പത്തികമായ സഹായം മറ്റുള്ള പ്രവർത്തകർ നിങ്ങൾക്ക് നൽകും ഇൻഷാ അല്ലാഹ്. അപ്പൊ പൈസ കൊടുത്താൽ രാഷ്ട്രീയ പാർട്ടിക്കാർക്ക് പോകും. ചിലപ്പോ ഇത്ര ആത്മാർത്ഥത ഉണ്ടാവില്ല. ഇന്ന് പേപ്പറിൽ വായിച്ചു, മദീനത്തേക്ക് സിയാറത്തിന് പോകുന്ന ബസ്സിൽ ഒരു വിദ്വാൻ കയറിയിട്ട് മണ്ണാർക്കാട് തെരഞ്ഞെടുപ്പ് കൊടുക്കുന്നതാണ്. ഞാൻ പറഞ്ഞ അപ്പൊ ഞാൻ രാഷ്ട്രീയത്തിലെ പറ്റൂ. ഞങ്ങളിടപെടില്ല. ഞങ്ങൾ നിങ്ങളെപ്പോലെ പൊട്ടന്മാരല്ല. ഞങ്ങൾ മഹാന്മാരുടെ നിർദ്ദേശങ്ങൾക്ക് അനുസൃതമായി പ്രവർത്തിക്കുന്നവരാ. ഞങ്ങൾ പറഞ്ഞത് ഇവർ പറയുന്നതിൽ സത്യമില്ല എന്നാണ്. അത് തുറന്നു പറയൽ ഞങ്ങൾക്ക് ബാധ്യതയുണ്ട്. മാത്രമല്ല പൈസ ഒരു കാര്യം കൊടുക്കാൻ അതാ പറഞ്ഞു തന്നെ. ഉപരി പറഞ്ഞു, ഇങ്ങനെ പരസ്യ പ്രഖ്യാപനം ജീവിതത്തിൽ ആദ്യമായിട്ടാണ് AP ഉസ്താദ് നടത്തുന്നത്. അത് നന്നായിട്ടില്ല. അതാ ഇത്ര അതായത് 89 ഇപ്പൊ സമസ്ത 2 അതിന് മുമ്പുള്ള സമസ്ത ഉണ്ട്. അവർ സമസ്തയുടെ അല്ലെങ്കിൽ പണ്ഡിതന്മാരുടെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പ്രസ്താവന. ആദ്യമായി ഇങ്ങനെ ഒരു പ്രസ്താവന വരുമ്പോ ആ പ്രസ്താവന നടത്തിയവരും നടത്തിച്ചവരും ആരാണെന്ന് പറയേണ്ടത് അക്കാലത്തുള്ള പ്രവർത്തകരുടെ ബാധ്യതയാണ്. പണ്ടുകൾക്ക് ഓർമ്മയുണ്ടോ, ഞങ്ങളൊക്കെ സംഘടനയിൽ പ്രവർത്തിക്കുന്ന കാലത്ത് ഞങ്ങൾക്ക് 89 പിളർപ്പ് ഇങ്ങനെ വിശദീകരിച്ച് തന്നത് എന്തായിരുന്നു എന്ന് ഞങ്ങൾ പറഞ്ഞു. നിങ്ങൾ പറഞ്ഞെങ്കിലേ സംസ്കൃത മരിക്കേ ഉസ്താദ് വലിയ പണ്ഡിതനായിരുന്നു. പക്ഷെ രാഷ്ട്രീയത്തിൽ ഇടപെട്ടത് കൊണ്ടാണ് ഞങ്ങൾ എതിർത്തത് എന്നല്ലേ അന്ന് നിങ്ങൾ ഞങ്ങളോട് പറഞ്ഞത്. എതിർത്തില്ല എന്നുള്ളത് വേറൊരു കാര്യം, അത് വേറൊരു വിഷയം. പക്ഷെ നിങ്ങൾ അതല്ലേ നിങ്ങൾ ഞങ്ങൾക്ക് പറഞ്ഞു തന്നത്.
ഇന്നിപ്പോ നിങ്ങൾ പറയുകയാണെന്ന് അല്ല, ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഈ ഇടപെടൽ. അതും കൂടി പൈസ എന്ന് പറയുന്നത് മാനസികമായ വിഷമം കൊണ്ടാണ് മഹാനായ ശൈഖുന എ.പി. ഉസ്താദ് തന്റെ ജീവിതത്തിൽ ഇതുവരെയും ഒരു പ്രഖ്യാപനം, ഇതുപോലത്തെ ഒരു പ്രഖ്യാപനം നടത്താത്ത ഒരു പ്രഖ്യാപനത്തിന് മുതിർന്നത് എന്നുള്ളത് സന്ദർഭോചിതം നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഈ ശബ്ദം കേൾക്കുന്ന നമ്മുടെ മണ്ണാർക്കാട് മണ്ഡലത്തിലെ മുഴുവൻ സുന്നി പ്രവർത്തകരും നമ്മുടെ വോട്ട് വിലയേറിയതാണ്. നിങ്ങൾ എന്ത് ചെയ്തിട്ടെങ്കിലും ഉടനെ ഇലക്ഷന്റെ സമയത്തേക്ക് നാട്ടിലെത്തണം. നമ്മുടെ ഒരൊറ്റ വോട്ടും ഒഴിഞ്ഞു പോകരുത്. അത് മുഴുവനും സുന്നത്ത് ജമാഅത്തിന്റെ ചുണക്കുട്ടികളെ കശാപ് ചെയ്ത കാപാലിക വർഗത്തിന്റെ എതിരെ നാം വിനിയോഗിക്കണമെന്ന് വളരെ 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 വിഷമത്തോടുകൂടി വളരെയധികം വേദനയോടുകൂടി നിങ്ങളോട് അപേക്ഷിക്കുകയാണെന്ന് വിനീതൻ നാരായണമംഗലം അബ്ദുറഹ്മാൻ ഫൈസി. ആ പേരും കൂടി പറഞ്ഞ നന്നായി. അനീപെന്ന് വിചാരിച്ചു. സുബ്ഹാനല്ലാഹ്. ഇനി ഇവരെ നിലപാടെന്താ അതിന്റെ അവസ്ഥ? ഞാൻ ഒരു പണശേഖരൻ എടുക്കും, ഞാൻ കാണിച്ചുതരാം. വ്യക്തമായി ഇവിടെ ഞാനത് പറയുന്നു. സഹോദരങ്ങളെ, ദീനിന്റെ പേരിലുള്ള ഈ കളി അതനുവദിച്ചു കൊടുക്കാൻ പറ്റില്ല. പണ്ടൊക്കെ ഈ സംഘടന എങ്ങനെ അറിയും? അതിന് ഒരു പഠിച്ചോടെയില്ല. അതായത് ഒരാൾ പറഞ്ഞാൽ ബാക്കിയുള്ളവരൊക്കെ അംഗീകരിക്കുന്ന ഒരു കാര്യം. ഇപ്പൊ കുറെ പഠിച്ചോന്മാരാ. കൂറ്റമ്പാറയിൽ ഒരു പഠിച്ചവൻ, വണ്ടിയിൽ വേറൊരു പഠിച്ചവൻ, എല്ലാ പഠിച്ചവനും കൂടി തീരുമാനിക്കുമ്പോഴായി പ്രശ്നം വരുന്നത്. അങ്ങനെ ഭൂമിസ്ഥലയെ നിയന്ത്രിക്കുന്ന കാലം ഞാൻ പണ്ടേ പറഞ്ഞല്ലോ. പല തീരുമാനങ്ങളും നിങ്ങളുടെ ചെറിയ കമ്മിറ്റികൾ തീരുമാനമെടുത്ത് അത് മുസാവറയെ കൊണ്ട് പറയിപ്പിക്കുന്ന കാലം. ആ കാരണമാണ് നിങ്ങൾ ഇത്ര വഷളായത്. ഇനി ഞാൻ അതിന്റെ കാരണം ഓരോന്ന് പറയിപ്പിക്കുന്നു. സുഹൃത്തുക്കളെ, അക്രമ രാഷ്ട്രീയത്തെ ഇവരാരും നമ്മളാരും പിന്തുണക്കൂല. അതിലിവിടെ ആർക്കാ തർക്കമുള്ളത്? അതാരാണ്? കോടതിയും അതേപോലെ അത് തീരുമാനിക്കേണ്ടത് ഇവിടുത്തെ നിയമമാണല്ലോ. സുഹൃത്തുക്കളെ, അതിലിവിടെ ആർക്കാ തർക്കമുള്ളത്? കുടുംബക്കലഹത്തിന്റെ പേരിലായാലും രാഷ്ട്രീയത്തിന്റെ പേരിലായാലും എന്തിന്റെ പേരിലായാലും ഒരു മുസ്ലിമിനെ പോയിട്ട് ഒരു മുസ്ലിമിനെ പോലും കൊല്ലാൻ പോയിട്ട് ആക്രമിക്കാൻ പോലും ഒരാൾക്കും ഇവിടെ അവകാശമില്ല. അതാര് ചെയ്താലും തെറ്റാണ്. അതിവിടെ ആർക്കും ഒരു സംശയമില്ലാത്ത കാര്യമില്ലേ? അത് പ്രത്യേകിച്ച് ഇസ്ലാമിന്റെ നിയമമൊക്കെ അതിൽ കടുത്തതാ. ഒരാൾ വേറെ ആളെ കൊന്നാൽ നരകമാണ്. അതിലിവിടെ ആർക്കാ തർക്കമില്ലാത്തത്? തർക്കമുള്ളത് എല്ലാവരും അംഗീകരിക്കുന്നു. അങ്ങനെ ഒരാൾ കൊലപാതകം ചെയ്താൽ അവരെ സഹായിക്കാനും പാടില്ല. കൊലപാതകം മാത്രമല്ല, വേറെ ഏത് കേസായാലും, അത് അക്രമായാലും പീഡനായാലും എന്തായാലും അതിനൊന്നും സഹായിക്കാൻ ഒരു നിലക്കും വകുപ്പില്ല. ഞാൻ പറയുന്നത് അക്രമത്തിന് കൂട്ടുനിൽക്കാൻ ഒരാൾക്കും കഴിയില്ല. അത് അംഗീകരിച്ചു കൊടുക്കാനും പറ്റില്ല. അത് ദീനിന്റെ നിയമമാണ്, ഇന്ത്യ രാജ്യത്തിന്റെ നിയമമാണ്. അത് പറഞ്ഞെന്തിന് വോട്ട് പിടിക്കണം? അതിലൂടെ ആർക്കും തർക്കണ്ടോ? ഇല്ലല്ലോ. ഇനി ഞാൻ പറയട്ടെ, ഇവര് പറഞ്ഞ കാരണങ്ങൾ, ഇവിടെ മണ്ണാർക്കാട് മണ്ഡലത്തിൽ പറഞ്ഞ കാരണങ്ങൾ, അതിനിവർക്ക് ആത്മാർത്ഥതയുണ്ടോ? അതും കൂടി ഞാൻ പരിശോധിക്കുകയാണ്. സുഹൃത്തുക്കളെ, മണ്ണാർക്കാട് മണ്ഡലത്തിൽ ഇവർ പരസ്യമായി നിലപാട് പറഞ്ഞതിന്റെ കാരണം പറഞ്ഞ എന്താണ്? ഇവരെ അവഗണിച്ചൂന്നല്ലേ? അല്ലെങ്കിൽ ഇവര് ഒരു കൊലപാതകത്തിന്റെ പേരാണല്ലോ പറഞ്ഞത്, എന്നിട്ട് അതിന്റെ പ്രതികളാണെന്ന് പറയുന്നവർക്ക് അഭയം നൽകിയുമല്ലേ പറഞ്ഞത്? എന്നാൽ എന്റെ ചോദ്യം, അതേ പ്രസംഗത്തിൽ വടശ്ശേരി പറയുന്നുണ്ട്. എന്താ പറയുന്നത്? ഇവിടെയുള്ള ആള് മാത്രമല്ല, മുസ്ലിം ലീഗിന്റെ ജനറൽ സെക്രട്ടറി നേരത്തെ ആയിരുന്ന നേതാവ് കുഞ്ഞാലിക്കുട്ടി സാഹിബടക്കം പ്രതികളെ സംരക്ഷിച്ചു എന്നയാൾ പറയുന്നുണ്ട്. ഒരുപാട് രാഷ്ട്രീയക്കാരെ പറയുന്നുണ്ട്. ചോദിക്കട്ടെ, അങ്ങനെ ഒരു നയം നിങ്ങൾക്കുണ്ടെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾ മണ്ണാർക്കാട്ടിൽ ഒരുക്കി? എന്തുകൊണ്ട് കുഞ്ഞാലിക്കുട്ടിയുടെ വേഗതയിൽ നിങ്ങൾ ആ നയം പറഞ്ഞില്ല? അല്ലെങ്കിൽ നിങ്ങൾ മലപ്പുറത്ത് ഒന്നും പറഞ്ഞില്ല? തീരെ കിട്ടിയാൽ കരുതിയിട്ട അതോ കിട്ടുന്ന ഉറപ്പുണ്ടായിട്ട് എന്താ സംഭവം? നിങ്ങളുടെ നിലപാട് നിങ്ങൾക്ക് തന്നെ ലഭിക്കുന്നില്ല. നിങ്ങൾ വെറുതെ ദീനിന്റെ പേരിൽ ആദർശ സമ്മേളനം നടത്തിയിട്ട് ഇവിടെ രാഷ്ട്രീയപരമായി ഭിന്നിപ്പുണ്ടാക്കാനാണ് ശ്രമിച്ചത്. നാട്ടുകാർക്കറിയാം ആരെ വിജയിപ്പിക്കണമെന്ന്. നിങ്ങളതിൽ ഇടപെടേണ്ട കാര്യമില്ലായിരുന്നു. കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ കുറിച്ച് പറയുന്നത് കേട്ടോ.
ഈ രാജ്യത്തിന്റെ നിയമമനുസരിച്ച് വകുപ്പ് ബോർഡ് ട്രൈബ്യൂണലിനെ സമീപിച്ച് ഞങ്ങളുടെ രാജ്യത്തെ ഗ്രൂപ്പീസും അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടൊരു രേഖ സമ്പാദിച്ചത് മാത്രമല്ലേ കുഞ്ഞിയംശം ചെയ്തുള്ളൂ. അതിന്റെ പേരിൽ അദ്ദേഹത്തെ സ്ഥാപന ചെയ്തപ്പോ ആ സ്വാഭാവികര് വ്യവസായ വകുപ്പ് മന്ത്രി കുഞ്ഞാലിക്കുട്ടി വന്നപ്പോൾ പോലും പിടികുട്ടാ പുള്ളിയായി നടന്നിരുന്ന പ്രതിയെ ഏതിന് നിർത്തി നിർത്തി ആദരിച്ചില്ലേ ഇവന്മാർ. അപ്പെന്തായി ഏകലയിരുത്തി ആദരിച്ചു എന്ന് പറഞ്ഞ കുഞ്ഞാലിക്കുട്ടി ഇത് മത്സരിക്കുന്നിടത്ത് എന്തുകൊണ്ട് നിങ്ങൾ ഈ നയം പറഞ്ഞില്ല? ചോദ്യം. നിങ്ങൾക്ക് ഈ പറഞ്ഞതിൽ ആത്മാർത്ഥതയുണ്ടെങ്കിൽ പറയണം. മാത്രമല്ല ഞാൻ ഒന്നുകൂടി കാണിക്കാം. ഞാനൊരു മണിക്കൂർ പ്രസംഗം ഒത്തതാണ്. തീരൊന്നും പ്രശ്നമില്ല. നിങ്ങൾ കേട്ട് നോക്കിക്കോ. അനിൽകുമാറിനെ സംബന്ധിച്ച്, ആര്യാടൻ സാഹിബിനെ സംബന്ധിച്ച്, ഉമ്മൻചാണ്ടി എല്ലാവരും പറയുന്നു. ഇയാൾ നോക്കുമ്പോ ഇയാൾക്ക് അനുകൂലിക്കാൻ പറ്റുന്ന ഒരാളില്ല രാഷ്ട്രീയ പ്രസംഗം. എന്നിട്ട് ഇയാൾ ഇതെല്ലാം പറഞ്ഞിട്ട് ഒരു മണ്ഡലത്തിലെ കാര്യം പറയുന്നു. അവിടെയാ ഞങ്ങൾക്ക് സംശയമായത്. നിങ്ങൾ പറഞ്ഞതിൽ നിങ്ങൾക്ക് ആത്മാർത്ഥതയുണ്ടെങ്കിൽ നിങ്ങളെ അവരവഗണിച്ചു എന്നല്ലേ നിങ്ങൾ പറഞ്ഞത്. എങ്കിൽ കേരളത്തിന്റെ മുഴുവൻ മണ്ഡലങ്ങളിലും നിങ്ങൾ എന്തുകൊണ്ട് തീരുമാനം പറയുന്നില്ല? അതാണ് നിങ്ങൾ മറുപടി പറയേണ്ടത്. അയ്യോ ഒന്നും പറയട്ടെ കേട്ടോ. ഡൽഹിയിലുണ്ടായിരുന്നു തൽക്ഷണം അദ്ദേഹം മരിച്ചു. നിങ്ങളറിയണം, ആ പ്രതികളെ സംരക്ഷിക്കുന്നതും മുസ്ലിം ലീഗാണ്. അത് മാത്രമല്ല, ഈ അടങ്ങ് ഒരു വണ്ടൂർ അസംബ്ലി മണ്ഡലത്തിലാണ്. അവിടെ SSFകാർക്ക് തിരിച്ചപ്പെട്ട ഒരു മന്ത്രി MLA ഉണ്ട്, AP അനിൽകുമാർ. കോൺഗ്രസുകാരനായ അനിൽകുമാർ. നിങ്ങൾ നോക്കൂ, അനിൽകുമാർ ശരിക്കുകയും ക്ഷണിക്കാത്തതുമായ സകല കല്യാണങ്ങളിലും സകല മരണ വീടുകളിലും കയറി എഴുതുന്ന അനിൽകുമാർ എന്ന മിനിസ്റ്ററില് എന്റെ പ്രിയപ്പെട്ട ഒരു മഹല്ലത്തിലെ കാരണവര് ഈ രൂപത്തിൽ അഭിമുഖിപ്പോലും ഞാൻ കൊന്നവരവസ്ഥ കൊലപാ ചെയ്തിട്ട് ആ വീട്ടിലേക്ക് ഇന്ന് വരെ SP അനിൽകുമാർ എന്ന കോൺഗ്രസ് മന്ത്രി ഒന്ന് കയറി നോക്കിയിട്ടില്ല. SSFന്റെ മക്കളെ, നിങ്ങൾക്ക് സാഹിത്യ ഉത്സവം ഉദ്ഘാടനത്തിന് ഈ മന്ത്രി തന്നെ വേണം. ഞാനതിനെ എതിർക്കുന്നില്ല. ഈ മന്ത്രിയുടെ കപടമുഖം നിങ്ങൾ അറിയണം. മലപ്പുറം ജില്ലയിലെ കോൺഗ്രസിന്റെ കളപ്പത്തിൽ നിങ്ങൾ തിരിച്ചറിയണം. അബുഹാജി എന്ന ഒരു വയോവൃദ്ധൻ മരിച്ചിട്ട് അറിയണം നിങ്ങൾ. ഈ അബുഹാജിയുടെ മക്കൾ കോൺഗ്രസിന്റെ പ്രവർത്തകനാണ്. എന്നിട്ട് പോലും ഈ മന്ത്രി ലീഗിനെ പറയുന്നുകൊണ്ട് ഇന്ന് വരെ ആ വീട്ടിലൊന്ന് കയറിയില്ല, ഒരനുശോചനം അറിയിച്ചില്ല. മാർക്കറ്റിന്റെ സമ്മേളനം സമാപിക്കുന്നതിന്റെ മണിക്കൂറുകൾക്ക് മുമ്പ് 5:05 വന്നിട്ട് നമ്മളെ പറ്റി വീർചൊല്ലിപ്പിക്കുന്ന ഒരു ആര്യാടൻ മന്ത്രിയില്ലേ, ആ ആര്യാടന വൈക്കൊന്ന് പോയി നോക്കിയില്ല. പോകട്ടെ, മലപ്പുറം DCC പ്രസിഡന്റില്ലേ അങ്ങനെ ഓരോരുത്തരും ഞാനത് ഇഷ്ടമെന്തിനാന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ഈശൊക്കെ മണ്ണാർക്കാട്ടെന്ന് പറഞ്ഞില്ല. എന്തേ നിങ്ങൾ മലപ്പുറത്ത് വന്നിട്ട് ഇത് പറയാത്തത്? വണ്ടൂര് പോയിട്ട് അവിടെ ആദർശ സമ്മേളനം നടത്തിയിട്ട് വണ്ടൂരിലുള്ള വോട്ടർമാരെ ഈ മന്ത്രിയെ തോൽപ്പിക്കണം എന്താ നിങ്ങൾ പറയാത്തത്? അതേ, നിങ്ങൾ പറഞ്ഞതിൽ നിങ്ങൾക്ക് ആത്മാർത്ഥതയില്ല, നിങ്ങളുടെ ലക്ഷ്യം വേറെയാണ് എന്നതിന്റെ ഏറ്റവും വ്യക്തമായ തെളിവല്ലേ അത്? ഇനി ഒരു കാര്യം കൂടി അവിടെ, എന്താ കൊലപാതകം ഞങ്ങളൊക്കെ സംഘടനയുള്ള കാലത്ത് പറഞ്ഞിരുന്ന അന്നേ ഈ സംഭവം അല്ലേ? ഇവിടെ മണ്ണാർക്കാട് മാത്രമല്ലല്ലോ. ഞാൻ ഓർക്കുന്നു, എന്റെ പഴയകാല സംഘടനാ പ്രവർത്തനത്തിൽ നമ്മൾ പറഞ്ഞിരുന്ന ഒരുപാട് ആളുകളുണ്ടായിരുന്നല്ലോ. കുണ്ടൂർ ഉസ്താദിന്റെ മകൻ കുഞ്ഞു അല്ലേ, അമ്പലക്കണ്ടി അബ്ദുൽ ഖാദർ, ഇങ്ങനെയുള്ള ഒരുപാട് ആളുകളെ കൊല ചെയ്തു എന്ന് നിങ്ങൾ പല സ്ഥലത്തും പ്രസംഗിച്ചതാണല്ലോ. പക്ഷേ ഈ കുണ്ടൂര് കുഞ്ഞു എന്ന് പറയുന്ന കുണ്ടൂർ ഉസ്താദിന്റെ മകൻ അതാ മണ്ണാർക്കാട് പ്രസംഗത്തിൽ വടശ്ശേരി പറയുന്നുണ്ട്, ആ കൊലപാതകം നടത്തിയവരെയും സംരക്ഷിക്കുന്നത് ലീഗാണെന്ന്. പക്ഷേ കുണ്ടൂര് എന്ന പ്രദേശം ഉൾക്കൊള്ളുന്ന മണ്ഡലം തിരൂരങ്ങാടി മണ്ഡലമാണ്. അവിടെ മത്സരിക്കുന്നത് മുജാഹിദ് കൂടിയായ അബ്ദുൾ റബ്ബാണ്. പക്ഷേ അദ്ദേഹത്തെ തോൽപ്പിക്കാൻ എന്തുകൊണ്ട് നിങ്ങൾ ഫത്വ ഇറക്കിയില്ലെന്ന് മാത്രമല്ല, നാമനിർദ്ദേശ പത്രിക കൊടുക്കുമ്പോ മുസ്ലിം ജമാഅത്തിന്റെ നേതാവിനെ വലതുഭാഗത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ. അപ്പൊ നിങ്ങൾ ഈ കൊലപാതകത്തിന്റെ പേര് പറഞ്ഞതിൽ എന്ത് ആത്മാർത്ഥതയാ നിങ്ങൾക്കുള്ളത്? വടശ്ശേരി അതും കരഞ്ഞു പറയുന്നത് കേട്ടോളൂ. ആ കുഞ്ഞിനെ കൊലപ്പെടുത്തിയ കാപാലികരുടെ കേസിൽ
ഈ കൊന്ന തന്തയില്ലേ അയാൾ ഈ അടുത്ത കാലത്ത് ക്യാൻസർ പിടിച്ച് കൊണ്ടുപോയി. എന്നാൽ ബാക്കിയുള്ള മൊത്തം പ്രതികളെ ഇന്ത്യൻ സംരക്ഷിക്കുന്നത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ ഒത്താശയോടെ ആ രാഷ്ട്രീയ പാർട്ടിയാണെന്ന കാര്യം എന്റെ പ്രിയപ്പെട്ട പ്രവർത്തകന്മാർ മനസ്സിലാക്കണം. മുസ്ലിം ലീഗിന് എന്താ കാര്യം? മുസ്ലിം ലീഗ് ശിഹാബ് തങ്ങൾ അധ്യക്ഷതയിൽ യോഗം കൂടി തീരുമാനിച്ചിട്ടുണ്ട്. എന്താണ് തീരുമാനം? കാന്തപുരം MP അബൂബക്കർ മുസ്ലിയാരുടെ നേതൃത്വത്തിൽ നടത്തുന്ന യാതൊരു പ്രവർത്തനങ്ങളുമായി മുസ്ലിം ലീഗ് പ്രവർത്തകരോ അനുഭാവികളോ സഹകരിക്കരുതെന്ന് അധ്യക്ഷൻ വഹിച്ചപ്പോ ഇനി ഞാൻ അതിന്റെ യഥാർത്ഥ മുഖത്തേക്ക് നിങ്ങളെ കൊണ്ടുവരാം. ഇനി ഓരോ നിങ്ങളെടുക്ക് ഞാൻ ശരിക്ക് കാണിച്ചു തരാം. ഇവരുടെ കപട മുഖം മുസ്ലിം ലീഗിന്റെ പ്രവർത്തകർ മാത്രമല്ല CPM-ന്റെ പ്രവർത്തകരും എല്ലാവരും ഒന്ന് അറിയാം. ഇവിടെ വന്നിട്ട് ഞങ്ങൾക്ക് വേദനം കാര്യങ്ങള് ഇവർ ഒരേ നയം എല്ലാ സ്ഥലത്തും പറഞ്ഞാൽ നമുക്കൊരു കുഴപ്പമില്ല. ഞങ്ങളെ ആദർശ സമ്മേളനത്തിൽ ആദർശവും ആ വിഷയവും മാത്രം പറഞ്ഞങ്ങ് പോകുള്ളൂ. എങ്ങനെ അതിന്റെ ശൈലി ഞാൻ പറഞ്ഞുതരാം. കുണ്ടൂർ കുഞ്ഞുങ്ങളെ കൊന്നു, അതേപോലെ തന്നെ അമ്പലക്കണ്ടി അബ്ദുൽ ഖാദറിനെ അങ്ങനെ ഇങ്ങനെ പറഞ്ഞിട്ട് ഇവരെയൊക്കെ കൊന്നുകൊണ്ട് ഞങ്ങൾ പറയുന്ന ഇവരെ ഭാഷയിൽ ഞാൻ പറയാണ്, ഈ പാർട്ടിക്ക് വോട്ട് ചെയ്യരുത് എന്ന് പറഞ്ഞു പോയി. ആ നയം തന്നെയാണ് നമ്മൾ തുടർന്നിരുന്നുവെങ്കിൽ ഓക്കെ, നമുക്കൊരു സമാധാനം ഉണ്ടായിരുന്നു. നമ്മൾ എന്നും വൈകാണല്ലോ. പക്ഷേ പ്രിയപ്പെട്ട വടശ്ശേരി ഉസ്താദേ, പ്രിയപ്പെട്ട പേരോട് ഉസ്താദേ, ഇടക്കാലത്ത് നമ്മൾ മുസ്ലിം ലീഗിന്റെ പിന്നാലെ നടന്നൊരു കാലം ഉണ്ടായിരുന്നല്ലോ. മുസ്ലിം ലീഗിന്റെ മതിക പറഞ്ഞ കാലമുണ്ടായിരുന്നല്ലോ ഇടക്കാലത്ത്. കുണ്ടൂർ കുഞ്ഞിനെ കൊന്നതിന്റെ ശേഷമല്ലേ അത്? അമ്പലക്കണ്ടി അബ്ദുൽ ഖാദറിനെ കൊന്നതിന്റെ ശേഷമല്ലേ അത്? കൊലപാതക രാഷ്ട്രീയത്തിൽ അതാണ് നിങ്ങളുടെ പ്രതിഷേധമെങ്കിൽ മുസ്ലിം ലീഗിന് വേണ്ടി നിങ്ങൾ പ്രസംഗിച്ച പ്രസംഗങ്ങൾ ഇനി എന്ത് ചെയ്യും? അത് മണ്ണാർക്കാട്ടേക്ക് ഞാനൊന്ന് കൽപ്പിച്ചു കൊടുക്കാൻ. പ്രത്യേകിച്ച് CPM-ന്റെ പ്രവർത്തകരുണ്ടെങ്കിൽ നിങ്ങൾ പ്രത്യേകം കേൾക്കണം. ഇവരെ വിശ്വസിച്ച് കൂടെ നിൽക്കണ്ട. നാളെ നിങ്ങൾക്കെതിരെ അവർ പ്രസംഗിക്കും. അവർക്ക് നിലപാടിൽ ഒരിക്കലും ഒരു ഉത്തരവാദിത്വമില്ല. ഒരു കാലഘട്ടത്തിലും അവർക്കില്ല എന്നുള്ളത് വളരെ വ്യക്തമാണ്. നിങ്ങൾ കേട്ടോളൂ. ഇനി 3-4 പ്രസംഗം കേട്ടെങ്കിൽ മനസ്സിലാവും. ഇത് നാദാപുരത്തെ പ്രസംഗം. പേരോടാണ് പ്രഭാഷകൻ. പേരോട് വിഷയം ലീഗിന് സമവായം, സമസ്തയ്ക്ക് സംഘർഷം. ഈ പ്രസംഗം നടക്കുന്ന 2013 നവംബർ 8-ന് നവംബർ 28-ന് മണ്ണാർക്കാട് ഈ പറയപ്പെട്ട കൊലപാതകം നടക്കുന്നതോ നവംബർ 20-ന്. നവംബർ 20-ന് കൊലപാതകം, 28-ന് നാദാപുരത്ത് പ്രസംഗം. അതായത് ഇവിടെ നടന്ന കൊലപാതകത്തിന്റെ 8ാമത്തെ ദിവസം, 15 കൂടി കഴിഞ്ഞില്ല. ആ 8ാമത്തെ ദിവസം പേരോട് ലീഗിന് വേണ്ടി ഒരു പ്രസംഗമാണ് നാദാപുരത്ത് നടത്തിയത്. അതിനയാൾക്ക് വേറെ കാര്യം ഉണ്ടായിരുന്നു, ഞാൻ പിന്നെ അത് പറഞ്ഞു. അയാൾ എന്തിനാണെന്നുള്ളത് പിന്നെ പറഞ്ഞു. അത് നടത്തി. ഇത് ഒരു വിദ്വാനോട് പറയാ, അത് പ്രതികൾ ഓരോന്ന് ഞങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവില്ല. നിങ്ങൾ പിറ്റേ ദിവസം ഇവിടെ സിറാജിൽ എഴുതി ലീഗാണ്. മാത്രമല്ല അതിനുമ്പേ കൊണ്ടുവരും കുഞ്ഞു, മാത്രമല്ല അമ്പലക്കണ്ടി അബ്ദുൽ ഖാദർ, ഈ പറഞ്ഞ പ്രവർത്തകർ നിങ്ങളതല്ലേ കരഞ്ഞു പറഞ്ഞ നിങ്ങളോട് ചോദിക്കുന്നു, മുസ്ലിം ലീഗിന് വേണ്ടി നിങ്ങൾ പ്രസംഗിച്ചത് ആർക്ക് വേണ്ടിയായിരുന്നു? ഈ നിലപാടുകൾ ആരെ നിങ്ങൾ വിശ്വസിപ്പിക്കും? ഇവരെ സംഗതി എന്റെ നേരത്തെ ഞാൻ പറഞ്ഞതാണ്. ഇടതുപക്ഷവും അടുത്ത 5 വർഷം മുതൽ ആരോ ഒരു പറഞ്ഞിരിക്കും. അത് കേരളത്തിന്റെ ചരിത്രം നോക്കുമ്പോ അപ്പോ ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ നമ്മളൊന്ന് തോപ്പിടാൻ ആ വസ്തുവോടും മദ്യപത്തിൽ ഉണ്ടാവില്ല. അത് ഇടതുപക്ഷത്തിന്റെ പേരിൽ വിശ്വാസം നഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് അവരെ വന്ന് തോപ്പിടാനാണ് മണ്ണാർക്കാട് തട്ടുനോക്കിയത്. പക്ഷെ ആൺകുട്ടികൾ പിന്നാലെ വരുമെന്നത് ഇവരറിഞ്ഞില്ല. ഇവരെ ഞങ്ങൾ പിടികൂടാതിരിക്കുമോ ഈ ഇരട്ടത്താപ്പ്? അതോ മുസ്ലിം ലീഗിനോടുള്ള നയം? ഇവിടെ കൊലപാതകം നടന്നതിന്റെ 8ാമത്തെ ദിവസം മണ്ണാർക്കാട് പോയി പ്രസംഗിക്കുന്നു, നാദാപുരത്ത് പ്രസംഗിക്കുന്നു. പ്രസംഗം യൂട്യൂബിൽ ലഭ്യമാണ്. ലീഗിന് സമവായം, സമസ്തക്ക് സംഘർഷം. അതായത് കുറ്റം പെടുവതും സമസ്തക്കാണ്, ലീഗ് സംശുദ്ധമാണ്. കുട്ടികളെ മധുഹത്താരെ മണിക്കൂറായി പറഞ്ഞിട്ടുണ്ട്. എല്ലാം കൂടി കിട്ടാൻ സമയമല്ല. ഞാൻ അതിന്റെ പ്രസക്ത ഭാഗം ലീഗിനോട് മാന്യമായ നിലപാട് തുടരും എന്ന പ്രസ്താവന വായിച്ചുകൊണ്ട് പേരു ഒന്ന് ആണ് ഞങ്ങളുടെ പണ്ഡിതന്മാർ എന്നും പറഞ്ഞിട്ടുള്ളത്. അതിന്റെ പുറമെ ചന്ദ്രിക, അതെ ചന്ദ്രികയിൽ നിങ്ങൾക്ക് കാണാം. ചന്ദ്രികയിൽ അതേ കാലത്തുള്ള റിപ്പോർട്ട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ കാലത്ത് തുടക്കം കുറിച്ച ഐക്യശ്രമങ്ങൾക്ക് ആശാവഹമായ പുരോഗതിയാണ് ഉണ്ടായത്. ഇതിൽ നിന്ന് പിറകോട്ട് പോകാൻ ആഗ്രഹിക്കുന്നില്ല.
മുസ്ലിം ലീഗിനോട് മാന്യമായ നിലപാടാണ് ഞങ്ങൾക്കുള്ളത്. മർക്കസ് സമ്മേളനത്തിൽ മുസ്ലിം ലീഗ് നേതാക്കൾ പങ്കെടുത്തതിൽ ഈ നിലപാടിന്റെ ഭാഗമാണ്, ഈ സാന്നിധ്യവും ഐക്യശ്രമങ്ങളുടെ ഭാഗമായാണ് കാണുന്നത്. ആശയാദർശങ്ങളിൽ മാറ്റം വരുത്താതെ സമുദായ ഭദ്രതയും ഐക്യവും സാധ്യമാകണമെന്നാണ് ആഗ്രഹിക്കുന്നത്. ഇതിനുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുമെന്നും അദ്ദേഹം പറഞ്ഞു. ഇത് കാന്തപുരസ്ഥാന്റെ പ്രസ്താവന ചന്ദ്രയിൽ എന്നതാണ് ഞാൻ രണ്ടാമതായി വായിച്ചത്. സുഹൃത്തുക്കളെ, അങ്ങനെ മുസ്ലിംകൾ പരമാവധി ഐക്യപ്പെടണം എന്ന് ഞങ്ങളുടെ നേതാക്കൾ ആഗ്രഹിക്കുകയും അതിനുവേണ്ടി സംസാരിക്കുകയും സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് അള്ളാഹു അദ്ദേഹത്തിന്റെ കബർ സന്തോഷത്തിലാക്കി കൊടുക്കുമാറാണ്. ആ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് അദ്ദേഹവും ഐക്യത്തിനെയും പച്ചപ്പൊടി കാണിച്ചു വളരെയേറെ പ്രവർത്തനങ്ങൾ മുന്നോട്ടിനും നിങ്ങൾ ചരിത്രത്തെ സംബന്ധിച്ച് ജനങ്ങൾ മനസ്സിലാക്കണം. വാസ്തവത്തിൽ പലരും തെറ്റിദ്ധരിപ്പിക്കുകയാണ്, തെറ്റിദ്ധാരണ പരത്തുകയാണ്. അങ്ങനെ പറഞ്ഞു ഓരോന്നും പറയുന്നുണ്ട്. മുസ്ലിം ലീഗിനോടുള്ള നയം പറയുക നിങ്ങൾ കേൾക്കണം. അതിലും വലിയ രസം മലപ്പുറത്തെ പ്രസംഗം തന്നെ എടുക്ക്. അതിന് മൂപ്പര് പറയുന്നു, ലീഗിനെ നശിപ്പിക്കാൻ വേണ്ടി ലീഗ് വിരോധികളെയും കൂട്ടുപിടിച്ച് ചില ആളുകൾ നടക്കുന്നുണ്ട്. അവർക്കെതിരെ ഞങ്ങളുണ്ടാകുമെന്ന് പേരോട് അതാരെ കുറിച്ച് പറഞ്ഞറിയോ? അത് മലപ്പുറത്ത് പലരും തോറ്റപ്പോ അന്നൊരു സമ്മേളനം സലാമത്ത് നഗറിൽ നടന്നപ്പോ അതിന് മറുപടി പറഞ്ഞുകൊണ്ട് പേരോട് പ്രസംഗിക്കാണ്. അപ്പൊ പേരോട് ലീഗിന്റെ ആളും SKSF പുറത്തും. അതങ്ങനെ അറിയണം. ഇവിടെ വന്ന് കരഞ്ഞ ഈ വടശ്ശേരിക്കാരനൊക്കെ ഉണ്ടല്ലോ, ഇത് ജനങ്ങളോട് മറുപടി പറ. കുണ്ടൂർ ഉസ്താദിന്റെ മകനെ കൊന്നതും ഈ പറയപ്പെട്ട കൊലപാതകങ്ങൾ നിങ്ങളുടെ മുന്നിലുണ്ടായിരിക്കെ നിങ്ങൾ മുസ്ലിം ലീഗിന്റെ മതം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മണ്ണാർക്കാട് വന്ന് നിങ്ങൾ എന്തിനു പിന്നെ അത് മാറ്റി പറയണം? ഒരു നയത്തിലാണ് ഞങ്ങൾക്ക് ഇടപെടുന്നത്. മുസ്ലിം ലീഗിനെ രക്ഷിപ്പിക്കാൻ SKSF ശ്രമിച്ചു പേരോട് ആരംഭിക്കും. നിങ്ങൾ മുസ്ലിം ലീഗിനെ നശിപ്പിക്കാൻ വേണ്ടി ലീഗ് വിരോധികളെ കൂട്ടുപിടിച്ച് പരിശ്രമം തുടങ്ങിയിട്ട് കാലമേറെയായി എന്നത് മുസ്ലിം ലീഗ് നേതൃത്വം കണ്ടറിഞ്ഞു. ആ കണ്ടറിഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ അവർ കാന്തപുരം ഉസ്താദിനെ സമീപിച്ചെങ്കിൽ അവരാണോ ഉത്തരവാദി? നിങ്ങളാണോ ഉത്തരവാദി? അതാരാണ്? നിങ്ങളെ തന്നെ ഉത്തരവാദി. അതിന് തർക്കമൊന്നുമില്ല. ഇവർക്ക് ഒന്നുകൂടി കാണിച്ചാ എത്ര പ്രസംഗം, നാദാപുരത്തെ പ്രസംഗം, ഇത് മലപ്പുറത്തെ ജാഗരണ സമ്മേളനം. ഇനി ഞാൻ ഒന്നുകൂടി എടുക്കുന്നു പൂരൂരിലെ പ്രസംഗം. പൂരൂരിലെ പ്രസംഗത്തിൽ SKSFിനെതിരെയുള്ള പ്രസംഗമാണ്. ആ പ്രസംഗത്തിൽ കുഞ്ഞാലിക്കുട്ടി സാഹിബ് മർക്കസ് നോളേജ് സിറ്റിയിൽ ഉദ്ഘാടനത്തിലുള്ള ക്ലിപ്പ് പേരോട് ഇടുകയാണ്. ഞാനിക്കുട്ടി സാഹിബല്ലേ പ്രതികളെ സംരക്ഷിച്ചു നിങ്ങൾ പറഞ്ഞത്. ആ പറഞ്ഞതിൽ ആത്മാർത്ഥതയുണ്ടെങ്കിൽ എന്തിനു നിങ്ങൾ ഉദ്ഘാടനത്തിന് വിളിച്ചു? മറുപടി പറ. മാത്രമല്ല, ഉദ്ഘാടനത്തിന് വിളിച്ചത് പോട്ടെ, അത് ക്ലിപ്പാക്കിയിട്ട് പേരോട് പ്രസംഗത്തിലിടുകയാണ്. എത്ര ദിവസത്തെ കൊണ്ട് ഭൂമിയിലിടുകയാണ്. ഒരു കുഞ്ഞാലിക്കുട്ടി സാഹിബിന്റെ പ്രസ്താവനയോട് SKSFിന്റെ ചില നേതാക്കളുടെ പ്രതികരണം ഇയാൾ ക്ലിപ്പാക്കി വീണ്ടിട്ടു. എന്നിട്ട് ഇയാൾ പറയാണ്, കണ്ടോ മുസ്ലിം ലീഗിനെ തകർക്കണമെന്ന് ഈ സന്നിധ വേഷധാരികൾ പറയുമ്പോ ഞങ്ങളും കൂടി പറയിപ്പിച്ചില്ലേ? സുബ്ഹാനല്ലാഹ്. ഇതാ ഞാൻ പറഞ്ഞത്, മണ്ണാർക്കാട്ട് ജനങ്ങളെ നിങ്ങൾ ആർക്ക് വേണമെങ്കിലും വോട്ട് ചെയ്തു, പക്ഷേ ഈ നവജമാഅത്ത് എന്ന് പറയുന്ന സാധനം അവരെ നിങ്ങൾ പരിഗണിക്കണ്ട. അവർ വട്ട പൂജ്യമാണ്, ഒരു ലെവലുമില്ലാത്തവരാണ് എന്ന് ഞങ്ങൾക്ക് പറയേണ്ടി വന്നു. കാരണം നിങ്ങളെ ഇരട്ടത്താപ്പാൻ കാരണം. നിങ്ങൾ ആർക്ക് വോട്ട് ചെയ്താൽ നമുക്ക് കുഴപ്പമില്ല, ആദർശമുന്നേറ്റ് ആര് ജയിച്ചാലും തുടരും. അത് വേറെ ഒരു കാര്യം. ഏതായാലാവട്ടെ, കുഞ്ഞാലിക്കുട്ടി സാഹിബ് അവിടെ മർക്കസ് നോളേജ് സിറ്റിയിൽ പ്രസംഗിക്കുന്ന ചിത്രവും കാണിച്ചുകൊണ്ട് പ്രസംഗിക്കുന്നു. പേരോടാ പ്രസംഗിക്കുന്നത്, ശരിക്കും ശ്രദ്ധിച്ചോ? എന്നിട്ട് അവിടെ SKSFിന്റെ നേതാക്കളെ കൊണ്ടിട്ടിട്ട് അതിന് പേരോട് മറുപടി പറയുന്നുണ്ട്. അവ പേരോട് ലീഗിന്റെ ആള് മറ്റുള്ളവർ പുറത്ത് ആത്മാർത്ഥം കൂടിപ്പോയി. കേട്ടോളും. അനുബന്ധിച്ച വളർന്ന സാങ്കേതിക വിദ്യയിലൊക്കെ അതൊക്കെ ഉൾക്കൊള്ളുന്ന വർദ്ധിച്ച ഒരു സ്ഥാപനം ഇവിടെ നാട്ടിൽ വരുന്നു എന്നുള്ളത് വളരെ വളരെ സ്വാഗതാർഹമാണ്. വളരെ നന്നായി ഈ സ്ഥാപനം വളർന്നു വരട്ടെ എന്ന് ഈ സന്ദർഭത്തിൽ പ്രത്യാശിക്കുകയാണ്. അതിൽ ഗവൺമെന്റിന്റെയും അതുപോലെ തന്നെ IT വകുപ്പിന്റെയും എല്ലാവിധ പിന്തുണയും ഉണ്ടായിരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ ആ കർമ്മം നിർവഹിക്കുന്നു. അപ്പോ പിന്നെ ഇവര് പറയാണ് കുഞ്ഞാലിക്കുട്ടിയുടെ തൊപ്പി തെറിപ്പിക്കൂ. അതൊന്ന് കേട്ടോളികൾ. കേരള മുഖ്യമന്ത്രിക്ക് ഇത് നോക്കലുണ്ട്. ആവശ്യമുണ്ടാകുമ്പോ രാഷ്ട്രീയ നേതൃത്വത്തിന്റെ ഈ നിറമാറലിന്റെ കഥ ഞങ്ങൾ പുറത്തു കൊണ്ടുവരികയും അത് കേരള രാഷ്ട്രീയത്തിൽ ചില ആളുകളുടെ തൊപ്പി തെറിപ്പിക്കുകയും ചെയ്യണമെന്ന് സാന്ദർഭികമായി ഇവിടെ സൂചിപ്പിക്കുകയാണ്.
ഇവർ ഈ കുഞ്ഞാലിക്കുട്ടിന്റെ തൊപ്പി തെറിപ്പിക്കാൻ പോകാൻ കേരള രാഷ്ട്രീയത്തിലുള്ള പലരുടെയും തൊപ്പി തെറിപ്പിക്കാൻ പോകാണ്ട് വരും. ഇവരാരാ കൗമൻ, ഇവരാരാ മഹാന്മാരി, ഇവരുണ്ടാവും അവരുടെ സ്വാധീനം എന്താണ് ഇവരുടെ കൈവശത്തിലുള്ളത്? ഇതൊന്നും യാതൊരു ബോധവുമില്ല. എന്തെല്ലാമോ വിളിച്ചു പറയുന്നേ. നിങ്ങൾ ഏതെങ്കിലും നേതാക്കളെ സംബന്ധിച്ച്, ഈ കേരളത്തിന്റെ ബഹുമാന്യരായ മുഖ്യമന്ത്രിയെ സംബന്ധിച്ച്, ഈ കേരളത്തിന്റെ മന്ത്രിമാരെ സംബന്ധിച്ച്, പല രാഷ്ട്രീയ പാർട്ടിയിലുള്ള നേതാക്കന്മാരെ സംബന്ധിച്ച് ഇത്തരത്തിലുള്ള കടുത്ത തോന്നിവാസങ്ങൾ ഇസ്ലാമിന്റെ പേരിലെന്നും പറഞ്ഞിട്ട്, പണ്ഡിതന്മാരുടെ ദേശമാണ് ഞങ്ങൾക്കെന്നും പറഞ്ഞിട്ട് സ്റ്റേജിൽ കയറി പറഞ്ഞ് ഞങ്ങളുടെ സമുദായത്തിലെ പണ്ഡിതന്മാരെ നിങ്ങൾ നാണക്കേടാക്കുന്നുണ്ട്, അതിൽ ഞങ്ങൾ വേദനിക്കുന്നുണ്ട്. അതാ ഞങ്ങളുടെ പഞ്ചായത്തേരെ എന്ന് പറയുന്നത്. എന്ന് പേരോട് ഉസ്താദെ തലയെ കെട്ടി പണ്ഡിതന്മാരെ വേഷം ധരിച്ച് രാഷ്ട്രീയ പാർട്ടിയെ പോലും നാണിപ്പിക്കുന്ന രൂപത്തിൽ രാഷ്ട്രീയത്തിൽ ഇടപെടുന്നത് കാണുമ്പോ തലയെ കെട്ടുള്ള ഞങ്ങളവരെ നാണിക്കുന്നുണ്ട്, വേദനിക്കുന്നുണ്ട്. തിരിച്ചുവിട്ട് പോകുക പ്രസ്ഥാനം. ഇതാണ് നിങ്ങൾക്ക് പറയാനുള്ളത്. കഴിഞ്ഞിട്ടില്ല. ലീഗ് വരെ സ്വന്തമായിട്ട് മനസ്സിലാക്കിയിരുന്നില്ല. കൊലപാതകമൊക്കെ പറഞ്ഞാൽ പക്ഷെ ലീഗിൽ വോട്ട് ചെയ്തോന്നും നിങ്ങൾ സംശയിക്കണ്ട. അത് വേറെ ആവശ്യത്തില്ല. അത് ഞാൻ പിന്നെ ഒന്നും പറഞ്ഞു. ഓരോന്നിപ്പോ പറഞ്ഞാൽ പറ്റില്ലല്ലോ. ഏതൊക്കെ പ്രശ്നം ഭൂമിയിൽ തുടരുക. വേറെ ഒരു എസ്എസിന്റെ നേതാവിനെ അയാൾ കൊണ്ടുവരുന്നു. കാരണങ്ങൾ ഉൾപ്പെടുന്നത്. എന്നിട്ട് അയാൾ പറയാണ് മതപ്രബോധനം നടത്തേണ്ടവർ, മതം പറയേണ്ടവർ അത് പറയണം. അന്ന് ഇത് പറഞ്ഞില്ലല്ലോ. അന്ന് മണ്ണാർക്കാട് വരുന്നത് ചിന്തിച്ചിട്ടില്ല. അയാളോട് ഗണ്ഡിക്കാൻ എന്താ സുഖം വെച്ചാൽ അയാൾ ഇന്ന് പറഞ്ഞ സകലത്തിനും അയാൾ മുമ്പ് മറുപടി പറഞ്ഞു. അതാണ് പേരോട് സുഖം സാധിക്കും. അത് പണ്ഡിതന്മാർക്ക് ഏരിച്ച പണിയില്ലാത്ത ആൾ പറഞ്ഞ പേരോട് അത് പറയാനാ മണ്ണാർക്കാട്ട് ഞങ്ങൾ വന്നത്. നിങ്ങൾ രാഷ്ട്രീയത്തിൽ പരസ്യമായി ഇടപെട്ടത് പണ്ഡിതന്മാർക്ക് യോജിച്ച പണിയില്ല. പണ്ഡിതന്മാർ തീരെ പറയണം, അവർ കുത്രയോടണം, അവർ യുവോപ നിൽക്കണം. വെള്ളിയാഴ്ച ജുമയിലിട്ട് വോട്ട് ചെയ്യേണ്ടത് ആർക്കാദ്യം പണ്ഡിതൻ പറയാൻ ഏൽപ്പിച്ചു. അത് ജനങ്ങൾക്ക് അറിഞ്ഞൂടെ? ആരാണ് ഇവിടെ വികസനമുണ്ടാക്കിയത്? ആരാണ് ഇവിടെ വികസനത്തിനെതിരെ? ആരാണ് ഇവിടെ വോട്ട് ചെയ്യേണ്ടതെന്ന് ഓരോ കാലത്തുള്ള ജനങ്ങൾക്കറിയാം. അത് ഞാനും നിങ്ങൾ എന്തിനു ഇടപെടണം? ഏറ്റവും ഒന്നുകൂടി പേരോട് ലീഗിന്റെ ആളെന്നെ എസ് ഒക്കെ പുറത്താണ് പേരോട് സ്വന്തം ലീഗിന്റെ ആളോ. ഇനി എന്താണെന്നറിയോ? ലീഗിന്റെ മന്ത്രിമാരെ പരാജയപ്പെടുത്തും എന്ന ഭീഷണിയാണ്. കാന്തപുരത്തെ സഹായിക്കുന്നത് ഏത് രാഷ്ട്രീയക്കാരായാലും അവർ തിരിച്ചറിയേണ്ട പോലെ തിരിച്ചറിയാൻ സുന്നി കേരളം ഉത്ബുദ്ധമാണ് എന്നുകൂടെ പറയാൻ ഈ സന്ദർഭം ഉപയോഗപ്പെടുത്തുകയാണ്. അടുത്ത തെരഞ്ഞെടുപ്പിൽ വേണ്ടി വന്നാൽ ആ നിലയിൽ കാണാം എന്നാണ് സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന്റെ ആനുകാലിക പ്രമേയം. അപ്പൊ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലായില്ലേ? ഞങ്ങൾക്ക് സമസ്ത കേരള സുന്നി വിദ്യാഭ്യാസ ബോർഡുണ്ട്. ആ സുന്നി വിദ്യാഭ്യാസ ബോർഡിൽ അടുത്ത ഇലക്ഷനിൽ ആരെ ജയിപ്പിക്കണം തോൽപ്പിക്കണം എന്ന് പറയാനുള്ളതല്ല. അത് ഈ രാജ്യത്തുള്ള മുസ്ലിം കുട്ടികൾക്ക് സംസ്കാരവും അതുപോലെ പരിശുദ്ധ ഖുർആനും അതുപോലെ നിസ്കാരവും നോമ്പും മാതാപിതാക്കളോടെങ്ങനെ പെരുമാറണം, പ്രായമുള്ളവരോടെങ്ങനെ പെരുമാറണം, സമൂഹത്തോടെങ്ങനെ സംവദിക്കണം എന്നത് പഠിപ്പിക്കാനുള്ളതാണ് ഞങ്ങളുടെ സമസ്ത കേരള സുന്നി വിദ്യാഭ്യാസ ബോർഡ്. ഇവരുടെ ബോർഡ് ഇവിടെ ലീഗ് മന്ത്രിമാരെയും ലീഗിന്റെ MLA-മാരെയും പരാജയപ്പെടുത്തണം തെരഞ്ഞെടുപ്പിൽ എന്ന് പ്രഖ്യാപിക്കാനും അത് തീരുമാനിക്കാനും പ്രമേയം അവതരിപ്പിക്കാനുമുള്ളതാണ്. ഞങ്ങളുടേത് മതപ്രവർത്തനമാണ്. നിങ്ങളുടേത് ആരോടെല്ലാമോ ഉള്ള വിദ്വേഷം തീർക്കാനുള്ള പ്രവർത്തനമാണ്. അതാണ് ഇപ്പൊ ഞങ്ങൾക്ക് ഇവിടുന്ന് പറയാനുള്ളത്. ഞങ്ങളുടേത് മതപ്രബോധനമാണ്, നിങ്ങളുടേത് ആരോടുള്ള വിദ്വേഷം തീർക്കാനുള്ള ഇടപെടലാണ്. കാര്യങ്ങൾ കൃത്യമായെന്ന് ഒന്നുകൂടി ഞാനിവിടെ ഇടപെടുന്നു. അതിന്റെ ഇടയ്ക്ക് നമ്മുടെ CD എല്ലാം പറയുന്ന CD-കൾ വിളിച്ചിട്ടു. നമ്മളെ നേരെ അതുപോലെയുള്ള വിഷയങ്ങളൊക്കെ പേരോടിന്റെ മുറ്റത്ത് പോയി നിർത്തിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നിങ്ങൾ വാങ്ങിക്കോ, മുസ്ലിം ജമാഅത്തേക്ക് ഫ്രീ ആയി കൊടുത്തോ. ഇനി ഒന്നുകൂടി കേട്ടോ, അതായത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പൊന്നാനിയിൽ ഹുസൈൻ നെഹ്താനി സ്ഥാനാർത്ഥിയായി നമുക്കറിയാം. സംഗതി ഞങ്ങളൊക്കെ പലരും ഉള്ളിൽ കൂടി അതിന് ശ്രമിച്ചു.
നിങ്ങൾ ശരിക്കും മനസ്സിലാക്കണം. അങ്ങനെ തോറ്റപ്പോ മലപ്പുറത്ത് സമ്മേളനം കൂട്ടിയിട്ട് പേരോടെന്താ പറഞ്ഞോ? ഹുസൈൻ്റെ തോണി അദ്ദേഹം ഞങ്ങളുടെ ആളല്ലോ, അദ്ദേഹത്തിന് ഞങ്ങൾ മെമ്പർഷിപ്പ് പോലും കൊടുത്തിട്ടില്ല, അയാളെ ഞങ്ങൾ അറിയുക പോലൊന്നുമില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ ഏത് രാഷ്ട്രീയത്തിലായാലും നിങ്ങളെയാണോ ഇവർ പിന്തുണയ്ക്കുന്നത് നിങ്ങൾ നല്ലോണം പേടിക്കണം. കാരണം നാളെ സ്റ്റേജിൽ വന്നിട്ട് നിങ്ങളെ ഞങ്ങൾ അറിയില്ല എന്ന് ഈ വിപ്ലവക്കാർ വിളിച്ചു പറയും. അന്ന് നിങ്ങൾ കൈകടിക്കേണ്ടി വരും. ഇവരെ വിചാരിച്ചിട്ട് നിങ്ങൾ ഒന്നിനും ഇറങ്ങണ്ട. ഇങ്ങനെ പഴയ പോലെ നടന്നോളി. ഇവരെ കൂട്ടിവെക്കില്ല. ഇവർ കഴിച്ചു വെച്ച് കഴിച്ച് രക്ഷപ്പെട്ടു. പണ്ട് മരക്കിലിറങ്ങിയപ്പോ അപൂർവം ഒരു കുട്ടികളും കൊണ്ടുണ്ടാവില്ല. അത് നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കുക. ലീഗിന് വേണ്ടി പ്രസംഗിച്ചപ്പോ ഞാൻ ചോദിക്കുന്നു, പ്രിയപ്പെട്ട പേരുണ്ടാകെ അന്ന് നിങ്ങൾക്ക് കർണാടക കൊലപാതകം ഓർമ്മയില്ലായിരുന്നു, കുട്ടിയുടെ ഓർമ്മയില്ലായിരുന്നു. ഈ 16 തീയതി മാത്രമല്ല